എവിടുന്നാണ് ട്രാൻസ്ഫോർമേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഡ്രമാറ്റിക് മേക്ക് ഓവർ ഇല്ലാതെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ചില ആക്ട്രസ്സുകളുണ്ട്. അതിലൊരാളാണ് കല്യാണി പ്രിയദർശൻ. കല്യാണി പ്രിയദർശൻ്റെ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും സംഭവിച്ചത് കുറച്ചും കൂടി സട്ടിലായിട്ടും കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുമാണ്. അതായത് ഗ്രൂമിങ്ങിലുള്ള ചെറിയ ചേഞ്ചസ്, സ്റ്റൈലിങ്ങിലുള്ള കുറച്ച് ചേഞ്ചസ്, പേഴ്സണൽ ബ്രാൻഡിങ്ങിലുള്ള കുറച്ച് ചേഞ്ചസ്, അങ്ങനെയൊക്കെയാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കല്യാണി പ്രിയദർശൻ്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാൻ ഒരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കല്യാണി പ്രിയദർശനെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള പ്രിയദർശൻ്റെയും ലിസിയുടെയും ആക്ട്രസ് ആയിട്ടുള്ള ലിസിയുടെയും മകളാണ്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലൊക്കെ കുറേ പേരൊക്കെ കല്യാണീനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആളുടെ ഒരു ഫിഗർ എന്നൊക്കെ പറയുന്നത് കുറച്ച് ചബ്ബി ആയിരുന്നു. ഒരു ആക്ട്രസിൻ്റേതായ രൂപമൊന്നും ആദ്യം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്നാണ് പിന്നീട് സിനിമയിലേക്ക് വന്ന സമയത്ത് പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. എന്നാലും ആദ്യമൊക്കെ നമ്മൾ കണ്ടിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഫേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ, അതുപോലെ തന്നെ സ്ലൈറ്റ് ആയിട്ടൊരു ഹാർട്ട് ഷേപ്പിൻ്റെ കൂടെ മിക്സാണ്. പക്ഷേ ഈ സോഫ്റ്റ് ഫീച്ചേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും നമ്മൾ ഏറ്റവും ആദ്യമൊക്കെ നമ്മളുടെ കണ്ണിൽ പെട്ടിരുന്നത്. ഞാനൊക്കെ എനിക്ക് കല്യാണീനെ കാണുന്ന സമയത്ത് ഏറ്റവും ആദ്യം കല്യാണിയുടെ ഫേസ് ഒന്നും എനിക്ക് അത്ര വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മേജർ കാരണം മൊത്തത്തിലുള്ള ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ അതുപോലെ തന്നെ അതിനെ ഗ്രൂം ചെയ്യുന്ന രീതിയും അതൊക്കെ കൊണ്ടായിരുന്നു. കൂടുതലായിട്ടൊരു സോഫ്റ്റ് ഫേസിൻ്റെ ഷേപ്പ് അല്ല, ഒരു ഷാർപ്നെസ്സും പ്രത്യേകിച്ച് ഫീൽ ചെയ്യാത്ത പോലെ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ആദ്യമേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടെ ഷാർപ്പ് ഫീച്ചേഴ്സ് കല്യാണിയുടെ ഫേസിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഷാർപ്പ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ചീക്ക് ബോൺസ് ആയിക്കോട്ടെ, ജോ ലൈൻ ആയിക്കോട്ടെ, കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഷാർപ്പായി വന്നു. അതിൻ്റെ അർത്ഥം കല്യാണിയുടെ സ്റ്റൈലിങ്ങിലും ഗ്രൂമിങ്ങിലും മേക്കപ്പിലും ഒക്കെയുള്ള ഒരു ചേഞ്ചാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് കല്യാണി ആക്ച്വലി മനഃപൂർവ്വം വരുത്തിയ, ഇൻറ്റൻഷനലി വരുത്തിയ ഒരു ചേഞ്ച് തന്നെയാണ്. വെയ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണെങ്കിലും കുറച്ചും കൂടെ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ട്, അങ്ങനൊരു ലുക്കാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ടൊക്കെ മാറാൻ ആവശ്യമുള്ളതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വരുത്തിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതാണ് ഫേസിലാണ് ഒന്നാമത്തെ കാര്യം ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. മറ്റുള്ള ഒരു ആക്ട്രസിനെയും പോലെയല്ല ഫേസിൻ്റെ. മുമ്പ് എനിക്ക് കൂടുതലായിട്ടും ഫീൽ ചെയ്യുക ആൾ ഭയങ്കര പെയിലായിട്ടുള്ള ഒരാളെ പോലെയാണ്. പെയിലായിട്ടുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്യാനുള്ള കാരണം ബേസിക്കലി ആളുടെ ഒരു സ്കിൻ അണ്ടർടോൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വാം ടു ന്യൂട്രൽ അണ്ടർടോണിലേക്ക് ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഗ്രേ പിഗ്മെൻറ്റ് ഓൾറെഡി സ്കിൻ ടോണിൽ മിക്സ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര പെയിലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എത്ര ഡിഫൈൻ ചെയ്യാൻ നോക്കിയാലും കുറച്ച് പെയിലായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് ഷാർപ്പ് ഫീച്ചേഴ്സ് ഉള്ള ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് ആക്ച്വലി അത് ഇൻറ്റൻഷനലി കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിപൂർവ്വം ഗ്രൂമിങ്ങും സ്റ്റൈലിങ്ങും ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക. ആൻഡ് അതാണ് കല്യാണിയുടെ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ തന്നെ കൊണ്ടുവന്നേക്കുന്ന ഒരു ചേഞ്ച്. ബോഡി ഷേപ്പ് അനാലിസിസിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം ആളുടെ ഒരു ലീൻ റെക്റ്റാങ്കിൾ ബോഡി ഷേപ്പാണ്. ലീൻ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് സ്ലിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കുകയും ചെയ്യും. ആദ്യമൊക്കെ ആൾ ചെയ്തിരുന്നത് അത്ര കാഷ്വൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇൻറ്റൻഷനിലായിരുന്നില്ല. പിന്നീട് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിലേക്ക് മാറാൻ തുടങ്ങി. ആൻഡ് ഓൾസോ കുറച്ചും കൂടെ നീളം തോന്നിക്കുക, കുറച്ചും കൂടെ ഷാർപ്പറായിട്ട് മൊത്തത്തിൽ ഫേസും ലുക്കും ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലായി പിന്നീട് ആളുടെ ഒരു സ്റ്റൈലിംഗ് അല്ലെങ്കിൽ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നൊരു വിധം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പോളിഷ്ഡ് ലുക്കായിട്ടും കുറച്ചും കൂടെ ക്ലാസി ആയിട്ടും കുറച്ചും കൂടെ എലഗൻ്റ് ആയിട്ടും ഒക്കെ ആളെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതും മനഃപൂർവ്വം ഇൻറ്റൻഷനലി വരുത്തിയ ഒരു ചേഞ്ച് തന്നെയാണ്. കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് ബോഡി മാറിയപ്പോൾ കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഫേസും മാറി. കളർ അനാലിസിസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുടെ അണ്ടർടോൺ എന്ന് പറയുന്നത് വാം ടു ന്യൂട്രൽ അണ്ടർടോണിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ചെറിയതായിട്ടൊരു വാംത്ത് ആളുടെ ഫേസിലുണ്ട്, സ്കിൻ ടോണിലുണ്ട്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ന്യൂട്രലായിട്ടും ഇരിക്കുന്നുണ്ട്. സോ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ബാലൻസ് പിടിച്ചിട്ടാണ് ആൾ എപ്പോഴും ഡ്രസ്സപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ ജുവൽ ടോൺസ് ഒക്കെ ആൾക്ക് നന്നായിട്ട് ചേരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതേപോലെ തന്നെ വാം ഐവറി ഒക്കെ ആൾക്ക് നന്നായിട്ട് ചേരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡീപ്പ് ടീല്, നേവി അല്ലെങ്കിൽ വൈൻ കളറ് ഇത്തരം കാര്യങ്ങളിലും ആളുടെ ഒരു
കുറച്ചും കൂടി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറച്ച് ഡാർക്കർ ടോൺസിലേക്ക് വരുന്ന സമയത്ത് ആളുടെ മേക്കപ്പിനകത്തും ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഷാർപ്പായിട്ട് ഫേസ് മാറുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഷാർപ്പ് കോൺടൂർ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറും. അപ്പോൾ ആ ഡാർക്ക്നെസ് ഒരു ന്യൂട്രൽ ടോണിൽ ഇരിക്കുന്ന, ന്യൂട്രൽ അണ്ടർ ടോണിലുള്ള ഒരാൾക്ക് ഷാർപ്പായിട്ടുള്ള ഒരു കോൺടൂർ ചെയ്യാൻ കുറച്ച് പേടിയായിരിക്കും. ബിക്കോസ് ആ ഗ്രേ പിഗ്മെൻറ്റും ഈ ഒരു കോൺടൂറിൻ്റെ ഒരു എഫക്റ്റും കൂടി ഒന്ന് ക്ലാഷ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഔട്ട്ഫിറ്റിൻ്റെ കളറും അതേപോലെ തന്നെ മേക്കപ്പിൻ്റെ കളറിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് വലുതായിട്ടുള്ളൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ലുക്കായിട്ട് അത് ഫീൽ ചെയ്യില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് പോളിഷ്ഡ് ആയിട്ടും കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടും ഇരിക്കുകയും ചെയ്യും. ആളുടെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹെയർ ഏറ്റവും ആദ്യം തന്നെ ആക്ച്വലി കുറച്ച് ലോങ് ഹെയറിലാണ് ആൾ വന്നിട്ടുള്ളത്. ആൻഡ് ആ ലോങ് ഹെയർ പക്ഷേ മിഡിൽ പാർട്ടീഷൻ ആയിരുന്നില്ല ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്, സൈഡ് പാർട്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സൈഡ് പാർട്ടീഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി സോഫ്റ്ററായി മാറുമായിരുന്നു ഫേസിൻ്റെ ആ ഒരു ഓവറോൾ അപ്പിയറൻസ്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, മിഡിൽ പാർട്ടീഷനിലാണ് ആൾ കൂടുതലായിട്ടും വരാറുള്ളത്. ആ മിഡിൽ പാർട്ടീഷൻ ആൾക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബിക്കോസ് അറ്റ് ദ സെയിം ടൈം അത് ചില സമയത്ത് പോണി ടെയിൽ കെട്ടുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായാലും ഫേസിൻ്റെ ഈ ചീക്ക് ബോൺസ് അല്ലെങ്കിൽ ജോ ലൈൻ ഇതൊക്കെ കുറച്ചും കൂടി പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടും ഷാർപ്പായിട്ട് നമുക്ക് വിസിബിൾ ആവും. സോ ഹെയറിൻ്റെ കാര്യത്തിൽ, ഹെയറിൻ്റെ പാർട്ടീഷൻ്റെ കാര്യത്തിലും ഹെയറിൻ്റെ സ്റ്റൈലിൻ്റെ കാര്യത്തിലും ആൻഡ് ലെയറിങ് ചെയ്യുന്ന കാര്യത്തിലും നീറ്റായിട്ട് അത് വെക്കുന്ന കാര്യത്തിലും ഒക്കെ ആൾ ഒരു ഇൻറ്റൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇൻറ്റൻഷനും ഓവറോൾ ഉള്ള സ്റ്റൈലിങ്ങിലും ഗ്രൂമിങ്ങിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ആക്ച്വലി കുറച്ച് ട്രിക്കിയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ആൾക്ക് കുറച്ച് ന്യൂട്രൽ അണ്ടർടോൺ ഉള്ളതുകൊണ്ട് നമുക്ക് ന്യൂട്രൽ അണ്ടർടോണിലുള്ള ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഏറ്റവും ആദ്യം എനിക്ക് കല്യാണിയുടെ ഒരു അപ്പിയറൻസ് കാണുന്ന സമയത്ത് ഭയങ്കര പെയിലായിട്ട് തോന്നുന്നൊരു ഒരു ഏരിയ എന്ന് പറയുന്നത് ലിപ്പിൻ്റെ ആയിരുന്നു. ലിപ്പ് ഓൾമോസ്റ്റ് ലൈക്ക് സോഫ്റ്റ് കളറാണ്, അതിൽ സോഫ്റ്റ് കളർ തന്നെ കൊടുക്കുകയും ചെയ്യും. സോ ഓൾമോസ്റ്റ് ഒരു വാഷ് ഔട്ട് ചെയ്യുന്ന ഫീല് അല്ലെങ്കിൽ ഓരോരോ ഫീച്ചേഴ്സിന് എൻഹാൻസ്മെൻറ്റ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ നോക്കുമ്പോൾ ആള് കുറച്ചും കൂടെ ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആളുടെ ഫേസിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സിന് ഡെപ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പം ഐ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഇത് ഡ്രമാറ്റിക് ആവാനും പാടില്ല, മിനിമലായിട്ട് നിൽക്കുകയും ചെയ്യും, എന്നാൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ലിപ്പിൻ്റെ കാര്യത്തിലും സോഫ്റ്റ് കളേഴ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ലിപ്പ് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആക്കാൻ വേണ്ടി, നാച്ചുറലി അത് എൻഹാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഓൾസോ ഫേസിൻ്റെ കാര്യത്തിൽ കോൺടൂർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാണാറുണ്ട്. കോൺടൂർ യൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഹാർഷായിട്ടല്ല, പക്ഷെ ഡെപ്ത് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കല്യാണിയുടെ കാര്യം പറയുമ്പോൾ കല്യാണിയുടെ കാര്യത്തിൽ മൊത്തത്തിൽ, അതായത് ഇപ്പം ഏറ്റവും ആദ്യം തുടങ്ങി ഇപ്പോൾ വരെയുള്ള കാര്യത്തിൽ ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവൽ നോക്കുമ്പോൾ അത് ഡ്രമാറ്റിക് ആയിട്ട് തോന്നാതിരിക്കുകയും അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ പോളിഷ്ഡ് ലുക്കിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് ആളുടെ അണ്ടർടോണിൻ്റെയും ഫീച്ചേഴ്സിൻ്റെയും ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ്. ആളുടെ അണ്ടർടോണും ഫീച്ചേഴ്സും നോക്കുമ്പോൾ അത് സോഫ്റ്റർ ആയിരുന്നു, ഇപ്പോൾ അത് കുറച്ചും കൂടി ഡെപ്തുള്ള ഷാർപ്പറായിട്ടുള്ള ഫീച്ചേഴ്സായി മാറിയിരിക്കുന്നു. അത് ഇൻറ്റൻഷനലി നടത്തിയ ഒരു ബാലൻസ്ഡ് കാര്യം കൊണ്ടാണ്. അതായത് ബാലൻസ് എന്ന് പറയുന്നത് മേക്കപ്പിലായിക്കോട്ടെ, ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, അതിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സിലായിക്കോട്ടെ, യൂസ് ചെയ്തേക്കുന്ന ടെക്നിക്സിലായിക്കോട്ടെ ഉണ്ടാക്കിയ ഒരു ബാലൻസാണ്. ആ ബാലൻസ് കൊണ്ടാണ് നമുക്കത് ഡ്രമാറ്റിക്കായി തോന്നാത്തതും ഓവറായിട്ട് തോന്നാത്തതും എന്നാൽ അറ്റ് ദ സെയിം ടൈം ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് കുറച്ച് ഡെപ്ത് ഉള്ളതായിട്ട് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നതും. അതായത് മേക്കപ്പ് എന്ന് പറയുന്നത് ആളെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടല്ല ആളത് കാണുന്നത്. മേക്കപ്പ് എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൂൾ ആയിരിക്കരുത്. നമ്മളുടെ ഓരോരോ ഫീച്ചേഴ്സിനെ പ്രോപ്പറായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് മേക്കപ്പ് ഒരു ഹാർമോണിയസ് ലുക്ക് നമുക്കൊക്കെ കൊണ്ടുവരിക. കല്യാണി പ്രിയദർശന് ഈ ഫേസ് ഷേപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഡ്രസ്സിങ്ങിൻ്റെ ബോഡി ഷേപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ കളർ അനാലിസിസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതിലൊക്കെ ഒരു ഷിഫ്റ്റ് വന്നത് ആൾക്ക് മൊത്തത്തിലൊരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടായപ്പോഴാണ്. അതായത് ഇപ്പോൾ ഡയറക്ടറിൻ്റെ മകളായിട്ട് ഇരുന്ന സമയത്ത് ആൾ കുറച്ച് സ്വീറ്റായിട്ട്, റിലേറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബബ്ലി ആയിട്ട് ആൾക്കാർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന രീതിയിലായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഫിഗറിലൊന്നും ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വൺസ് സിനിമയിലേക്ക്
വന്നതിന് ശേഷം ആൾ കൊണ്ടുവന്നിരുന്ന കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള സിലുവറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഹീറോയിൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ളത്, എത്നിക് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരുന്നു ആളുടെ ഫോക്കസ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും റീഡിഫൈൻ ചെയ്ത സമയത്ത് ആൾക്ക് കൂടുതൽ സിനിമകൾ വരാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിലേക്ക് വരാൻ തുടങ്ങി. മോണോക്രോമാറ്റിക് ഔട്ട്ഫിറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റൈലിങ്ങിലായിക്കോട്ടെ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ഡ്രേപ്സ് കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് എല്ലാ കാര്യത്തിലും ഒരു ഇൻറ്റൻഷൻ വരുത്താൻ തുടങ്ങി. അത് മൊത്തത്തിലുള്ള ഓവറോളുള്ള സ്റ്റൈലിങ്ങിനെയും ഗ്രൂമിങ്ങിനെയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതാണ് ബേസിക്കലി ആളുടെ ഒരു ചേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, കല്യാണി പ്രിയദർശൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പ്രപ്പോഷനെ മനസ്സിലാക്കി ആൾ ഡ്രസ്സപ്പ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടും, സ്ട്രാറ്റജിക് ആയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടും, സ്ട്രാറ്റജിക് ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടും, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ആയതുകൊണ്ടും, ഇൻറ്റൻഷനോട് കൂടി ലുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നടന്നിട്ടുള്ളത്. അത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കൂടെ ഒരു കാര്യമാണ്. ആളെ എങ്ങനെ കാണണം, മറ്റുള്ളവരെ കാണണം എന്ന് ആൾ തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യം കൂടിയാണ്. നമ്മളും അങ്ങനെ ആയിരിക്കണം, ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് കാണണം. ആ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് നമ്മുടെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ട്രിക്കിനെ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ള ഏരിയയെ ഏറ്റവും ബെസ്റ്റായിട്ട് എൻഹാൻസ് ചെയ്ത് അധികം നോട്ടീസബിൾ അല്ലാതെ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരു ഹാർമോണിയസ് ലുക്ക് കൊണ്ടുവരാം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.